ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ചക്കകളും ചക്ക കുരു പോലും അവശേഷിപ്പിക്കാതെ നല്ല നാറി പൊട്ടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഇലക്ഷൻ പ്രചരണം കണ്ടപ്പോ നമ്മളെല്ലാരും വിചാരിച്ചാണോ അയ്യോ കുറച്ചെങ്കിലും സീറ്റുകൾ കിട്ടല്ലോ എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും ചക്കകളുടെ അടുത്തുനിന്ന് അല്ലെങ്കിലും കഴിഞ്ഞ ഇലക്ഷനെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചക്കകളുടെ കോൺഫിഡൻസ് നമ്മളാരും കാണാതെ പോകരുത്. കാര്യം അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുതി വെച്ചു. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാ? ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ട് ജയിക്കുന്നതാണ് ഓപ്പണായിട്ട് ഞാൻ പറയാം. 10 ദിവസം കൂടെ കഴിഞ്ഞ ഞാൻ ശുഭപ്രതീക്ഷ 100% വിജയം എന്നല്ല തോക്കുമെന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞാലും അഖിലേട്ടൻ പറയുന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ തൂക്കുന്നായിരുന്നു. പക്ഷെ തൂറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊന്ന അഖിലേട്ട, ഇത് ബിഗ് ബോസിൽ ജയിച്ച പോലെ അല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ കോൺഫിഡൻസ് അത് ഞാൻ സമ്മതിച്ചു. പറയാം ഇച്ചിരി കൂടി നല്ല തൃപ്പൂണിത്തുറയിലായിരുന്നു നിൽക്കാനാണെങ്കിൽ. അല്ല, അതെന്താ? ഞാൻ തൃക്കാക്കര ഫെബ്രുവരി 25 സാബു സാറിനോട് ചോദിച്ചുണ്ടല്ലോ ആണ്. മാർച്ച് 15 കൺഫർമേഷൻ വരുന്നത്. ഫെബ്രുവരി അതെന്താന്ന് വെച്ചാലേ തൃക്കാക്കരയിലെ സാധ്യത വേറെ ആരും കാണാത്ത സാധ്യതകളാണ് ഞാൻ കാണുന്നത്. എന്താ കണ്ടത്? ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇയാളെ അവിടെ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വെറുതെ എന്തിനാ അത്രയും ദൂരൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വന്ന് ജനങ്ങളെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ എന്ന് അവർക്ക് തന്നെ മനസ്സിലായിണ്ടാവും. ഫ്ളാറ്റുകളിലും അല്ലാതെയൊക്കെ താമസിക്കുന്ന വോട്ടർമാരിൽ കൂടുതലും കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ല അവർക്ക്. അല്ല, ഇവിടെ മതവും ഇല്ല. അവർക്ക് തൃക്കാക്കരക്കാർക്ക് മതമില്ല കേട്ടോ. അതെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ജോസഫിനെയൊക്കെ വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും അവര് പുറംകാലിനടിക്കുക ചെയ്ത്. അതാണ് തൃക്കാക്കര വളരെ ബോധതലത്തിലുള്ള അതിലേട്ടാ. അപ്പം ഈ തൃക്കാക്കര അപ്പം ഉറപ്പിച്ച്, അതായത് കുന്നത്തുനാട് ഒന്ന് ഉറപ്പിച്ചു നമ്മൾ, പിന്നെ ഒന്ന് തൃക്കാക്കര ഉറപ്പിച്ചു. തൃക്കാക്കര ആൾക്കാർ എന്തായാലും വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് അവര് എന്തായാലും വോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ചക്കകളെല്ലാം പൊട്ടിയപ്പോ നമുക്ക് മനസ്സിലായി അവരെല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് വോട്ട് കൊടുക്കാനതും. ഇലക്ഷൻ പ്രചരണത്തിന് എന്തൊക്കെ ആയിരുന്നു. റിപ്പോർട്ടറിലെ അരുൺകുമാറിനെ വെച്ചിട്ട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ എന്റെ വോട്ട് വായിക്കുന്നത് വരെ എന്നുള്ളത്. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്താ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി അരുൺകുമാർ താൻ മുന്നിലാണ് എന്നുള്ള വാർത്ത വായിച്ചിട്ടുണ്ട്. അത് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോ ആള് മുന്നിലാണെന്നാണ് അരുൺകുമാർ എന്തായാലും വാർത്ത വായിച്ചിട്ടുള്ളത്. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നമ്മൾ അംഗീകരിക്കണം. വേറെ ആർക്കാണ് ഇത്ര നന്നായിട്ട് പൊട്ടുമെന്ന് ഉറപ്പായിട്ടും കോൺഫിഡന്റോടെ പറയാൻ പറ്റുന്നത് ഞാൻ തൂക്കുമെന്നുള്ളത്? ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം കൊണ്ടായിരിക്കണം അഖിലേട്ടനും വൈഫും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പൊ എല്ലാവരും ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും, ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. നിങ്ങൾ ആശുപത്രിയിലാണ് വന്ന് കാണണമെന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കും. ഇനി രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയതാണെങ്കിൽ കുറച്ചു ദിവസം അവിടെ കിടക്കുന്നതായിരിക്കും നല്ലത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നാറ്റമായിരിക്കും. കാരണം ഒന്നും അറിയാത്ത പൊട്ടന്മാരടക്കം വരെ വെച്ച് ഊക്കി തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും. അപ്പൊ ആ ലെവലില് വളർന്നിരിക്കുന്നു എന്നല്ല, ആ ലെവലില് താഴ്ന്നിരിക്കുന്നു അഖിൽമാരാർ എന്ന് പറയുന്ന ആള്. എന്തായാലും അഖിലേട്ടന്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാനും. അപ്പോൾ ഈ ഇലക്ഷൻ സംഭവിച്ച കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് ഇവിടെ LDF പോവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന് പിണറായിയോടുള്ള ആൾക്കാരുടെ ഒരു ഇഷ്ടക്കുറവ് അഥവാ ഒരു എതിർപ്പ്. അല്ലാതെ LDFന്റെ മുകളിൽ UDF ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കണ്ട ജനങ്ങൾ മൊത്തം മാറ്റി കുത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ഇത്ര വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. LDF താഴോട്ട് പോകാനുള്ള കാരണങ്ങൾ, UDF പൊങ്ങി വരാനുള്ള കാരണങ്ങളും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.